നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള കീ പോയിന്റ്സ് ആണ് കാണാൻ പോകുന്നത്. ഹരിത വിപ്ലവം 1940 1970 കാലഘട്ടത്തില് കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഹരിത വിപ്ലവം. 1940 1970 കാലഘട്ടത്തിലാണ്. ഹരിത വിപ്ലവം ആരംഭിച്ചത് 1944. ആദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് മെക്സിക്കോ. 1945 മെക്സിക്കൻ സർക്കാർ ആരംഭിച്ച കൃഷിയാണ് ഗോതമ്പ്. ഹരിത വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച മെക്സിക്കൻ സർക്കാരിന്റെ പദ്ധതിയാണ് കോഓപ്പറേറ്റീവ് വീറ്റ് റിസർച്ച് ആൻഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാം. മെക്സിക്കൻ സർക്കാരിന്റെ ധനസഹായം നൽകിയത് അമേരിക്കൻ സ്ഥാപനമായ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. ഹരിത വിപ്ലവം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് വില്യം ഗൗഡ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ബോർലോഗ് അവാർഡ് കാർഷിക രംഗത്ത് നൽകുന്ന അവാർഡാണ്. അപ്പോൾ ഈ ബോർലോഗ് അവാർഡ് എന്തിനു കൊടുക്കുന്ന അവാർഡാണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ബോർലോഗ് അവാർഡ് കാർഷിക രംഗത്ത് നൽകുന്ന അവാർഡാണ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ആണ് നോർമൻ ബോർലോഗ്. ബോർലോഗിന് നോബൽ പ്രൈസ് ലഭിച്ചത് 1970. ഏഷ്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നാണ് ഫിലിപ്പൈൻസിനെ അറിയപ്പെടുന്നത്. ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന് പ്രധാന പങ്കുവഹിച്ച സ്ഥാപനം ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനിലയിലാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥന്റെ പൂർണ്ണ പേര് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. മങ്കൊമ്പ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ പെടുന്ന ഒരു സ്ഥലമാണ് മങ്കൊമ്പ്. ഓക്കെ. ഹരിത വിപ്ലവത്തിന്റെ രാഷ്ട്രീയ നേതാവ് സുബ്രഹ്മണ്യം, ശ്രീ സുബ്രഹ്മണ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവം നടക്കുമ്പോൾ കൃഷിമന്ത്രി ആയിരുന്ന ആളാണ് സുബ്രഹ്മണ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ MP സിംഗ്. MS സ്വാമിനാഥൻ ജനിച്ചത് കുംഭകോണം, തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന സ്ഥലത്ത് 1925 ഓഗസ്റ്റ് 7 MS സ്വാമിനാഥന്റെ തറവാട് മങ്കൊമ്പ്, ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പാണ്, കുട്ടനാടാണ്, കേരളം. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ രചിച്ച പുസ്തകങ്ങളാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ ആൻഡ് എവർഗ്രീൻ റെവല്യൂഷൻ, വീറ്റ് റെവല്യൂഷൻ. MS സ്വാമിനാഥന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെയാണ്? അതായത് 1967 പത്മശ്രീ കൊടുത്തു, 1971 മാക്സസെ അവാർഡ്, 1972 പത്മഭൂഷൺ, 1987 വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരന് കിട്ടുന്നതാണ്, അത് മറന്നു പോകണ്ട. 1989 പത്മവിഭൂഷൺ, 2024 മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം കൊടുത്തു. വേൾഡ് ഫുഡ് പ്രൈസ് ആദ്യമായി കിട്ടിയ ഇന്ത്യക്കാരനാണ് സ്വാമിനാഥൻ. അതാണ് ഞാൻ പറഞ്ഞത്, 1987 ആ ഫുഡ് പ്രൈസ് കിട്ടുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടക്കുന്നത് റോളിംഗ് പദ്ധതി. അത് 1966 69 ആ സമയത്താണ്. 1966 മുതൽ 69 വരെയാണ്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എന്നറിയപ്പെടുന്നത് ഗോതമ്പ് വിപ്ലവമാണ്. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം നെല്ല് വിപ്ലവമാണ്.
ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യവിളയാണ് ഗോതമ്പ്. ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച നാണ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ കരിമ്പ്. രണ്ടും, ഒന്ന് ധാന്യവിളയും ഒന്ന് നാണ്യവിളയും. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോരുത്. ധാന്യവിളയും ഗോതമ്പാണ്, നാണ്യവിളയാണ് കരിമ്പ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച സംസ്ഥാനവും പഞ്ചാബ് തന്നെയാണ്. ഹരിത വിപ്ലവത്തെ കുറിച്ചുള്ള ഒരു സ്മരണാർത്ഥം ഒരു തപാൽ സ്റ്റാമ്പ് ഇന്ത്യ പുറപ്പെടുവിച്ചത് 1968 ജൂലൈ 17. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആവശ്യമായ നെൽവിത്ത് കൊണ്ടുവന്നത് ഫിലിപ്പൈൻസിൽ നിന്നാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആവശ്യമായ ഗോതമ്പ് വിത്ത് കൊണ്ടുവന്നത് മെക്സിക്കോയിൽ നിന്നാണ്. ഹരിത വിപ്ലവ കാലത്ത് മെക്സിക്കോയിൽ നോർമൻ ബർലോങ്ങിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോണാലിക. MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ മെക്സിക്കോയിൽ നിന്നും ഇന്ത്യയിൽ കൃഷിക്കായി എത്തിച്ച ഗോതമ്പിനങ്ങളാണ് സൊനോറ 64, ലെർ മറോജോ 64. രണ്ടിനങ്ങള് സൊനോറ 64ഉം ലെർ മറോജോ 64ഉം. സ്വാമിനാഥനും സംഘവും മെക്സിക്കൻ ഇനമായ സൊനോറ 64നെ ഗാമ വികിരണത്തിലൂടെ ശർബതി സൊനോറ എന്ന അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ആക്കി വികസിപ്പിച്ചെടുത്തു. എന്താണ്? സൊനോറ 64നെ ഗാമ വികിരണത്തിലൂടെ ശർബതി സൊനോറ എന്ന അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പാക്കി വികസിപ്പിച്ചെടുത്തു. ഇന്ത്യയിൽ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം ഗോതമ്പിന്റെ പേരാണ് ഈ ശർബതി സൊനോറ. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാർ പരാജയപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങൾ അത്യുൽപാദന വിത്തുകള്, രാസവളം, കീടനാശിനി എന്നിവയുടെ ഉപയോഗം, മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം, കുറഞ്ഞ പലിശയ്ക്ക് ലോൺ നൽകിയത്. ഹരിത വിപ്ലവം കൊണ്ട് ഉണ്ടായ ഗുണങ്ങൾ: ഭക്ഷ്യക്ഷാമമില്ലാതായി, ഉൽപാദനം വർദ്ധിപ്പിച്ചു, അതായത് ഉൽപാദനം വർദ്ധിച്ചു വന്നു, ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുവാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു ഹരിത വിപ്ലവം കൊണ്ടുണ്ടായ ഗുണങ്ങൾ. ഹരിത വിപ്ലവം കൊണ്ടുണ്ടായിട്ടുള്ള ദോഷങ്ങളുണ്ട് ഇതിനോടൊപ്പം. എന്തൊക്കെയായിരുന്നു? കർഷകർക്കിടയിൽ അസമത്വം നിലവിൽ വന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു. എന്താണ്? രാസവളങ്ങൾ ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് പയർവർഗ്ഗങ്ങള്, തിനവിളകള് എന്നിവയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു. കാരണം മറ്റ് നെല്ലിനും ഗോതമ്പിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ പയർവർഗ്ഗങ്ങളും തിനവിളകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഹരിത വിപ്ലവത്തില് ധാന്യവിളകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിലെ നെല്ല് ഗവേഷണങ്ങൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? മങ്കൊമ്പ് എന്നാണെന്ന് ഓർത്തു വെച്ചേക്കണം. ആരുടെ സ്ഥലമാണ്? MS സ്വാമിനാഥന്റെ സ്ഥലമാണ് മങ്കൊമ്പ്. കായംകുളം, പട്ടാമ്പി, വൈറ്റില, അങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ടാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഇത് കേട്ട് എഴുതിയാണ് എടുത്ത് പഠിക്കേണ്ടത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കാണാം. താങ്ക് യു.